എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാനും നെൽസനും മോൾ ഓഫ് ഏഷ്യയിൽ നിന്ന് ഇറങ്ങിയിട്ട് പാർക്കിംഗ് ഏരിയയിലെ ബസ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് മനില നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് 20 രൂപയുടെ ബസ് ചാർജ് ഉണ്ടെന്നാണ് നെൽസൺ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയത നാഷണൽ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് മനില നാഷണൽ മ്യൂസിയം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അങ്ങനെ നെൽസൺ അതാ മുന്നോട്ട് നടക്കുന്നുണ്ട്. സെക്യൂരിറ്റി പോയിന്റിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് രാജ്യങ്ങളുടെ വുഡുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്നുള്ള വുഡ് അവിടെ ഉണ്ട്. ഏത് വുഡാന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, ഇന്ത്യ എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണത്. പിന്നെ ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് 4 ഫ്ലോറിലായിട്ടാണ്. 4 ഫ്ലോറിലും വ്യത്യസ്ത ഇനങ്ങളാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ എല്ലാ ഫ്ലോറിലും കയറാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് ഏരിയകളുണ്ട്. പിന്നെ ഞങ്ങൾ എൻട്രൻസായി കയറിയത് അത് സെക്കൻഡ് എൻട്രൻസ് ആണ്. ഫസ്റ്റ് എൻട്രൻസ് വരുന്നത് അതർ സൈഡിലാണ്. പിന്നെ ഞങ്ങളിത് ഉള്ളിൽ കയറിയിരിക്കുന്നത് നെൽസൺ മുന്നോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇവിടെ കൂടുതലും കടൽ ഫിഷും കാര്യങ്ങളും പുറ്റും അങ്ങനത്തെ ഓറൽ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ കാണുന്നത് ഏതോ ഒരു കടൽ ജീവിയുടെ ഫോസിലാണെന്ന് തോന്നുന്നത്. അതിൻ്റെ പിക്ചറാണ് ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് നെൽസൺ ഇവിടെ ഈഗിളിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇത് ഫിലിപ്പീൻസിലെ ഒരു പ്രത്യേക ഇനം ഈഗിളാണ്. അതിനൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണത്. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് നാഷണൽ മ്യൂസിയത്തിൻ്റെ മെയിൻ ലോബിയിലാണ്. ഈ കാണുന്നതാണ് മെയിൻ ലോബി. ഇവിടെ ഒരുപാട് സ്കൂളിൽ നിന്നും അതേമാതിരി കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ കാണുന്ന മെയിൻ ലോബിയിൽ നിന്നാണ് എല്ലാ ഏരിയയിലേക്കും പോകുന്ന സ്റ്റെയറൊക്കെ വരുന്നത്. ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഒരു ക്രൊക്കഡൈലിൻ്റെ ഫോസിലാണ് ഈ കാണുന്നത്. ഇത് ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ ക്രൊക്കഡൈലാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോസിലുകളൊക്കെ ഇവിടെ ഗ്ലാസ് കൗണ്ടറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഈ നെൽസൺ നോക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ക്രൊക്കഡൈലിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞ ഫോസിൽ കേട്ടോ, ക്രൊക്കഡൈലിൻ്റെ. ഇപ്പോൾ ഈ കാണുന്നതാണ്. അത് നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഡാഗോൺസ് എന്ന് പറഞ്ഞ ഒരു ഫിഷാണിത്. ഇത് സീലെ കൗ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഫോസിലാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഫിലിപ്പീൻസിലെ സീയിലൊക്കെ കാണപ്പെടുന്നതാണ്. അതുപോലെ കടലുമായി ബന്ധപ്പെട്ട കുറേ ഓറൽ സംഭവങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പീൻസിലെ കടലിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രേഖകളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫിലിപ്പീൻസിലെ സീയുടെ മാപ്പ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഒരു വീഡിയോ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പീൻസിലെ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന മങ്കിയാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്ന മങ്കിയാണത്. അതുപോലെ തന്നെ ഫിലിപ്പീൻസിലെ സീയിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനം ക്രബാണത്. അതുപോലെ ഒരുപാട് ബേഡ്സുകളും ഒക്കെ ഫിലിപ്പീൻസിൽ കാണപ്പെടുന്ന വെറൈറ്റി ഇനം ബേഡ്സുകളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വവ്വാൽ കാണാം. അതുപോലെ തന്നെ ഫിലിപ്പീൻസ് സീയിൽ കാണപ്പെടുന്ന ക്രബ് ഷെല്ലുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ കൗണ്ടറിലായിട്ട് വിവിധ ഇനം സ്ക്രബുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് അത്.
അങ്ങനെ ഞാൻ കയറി ചെല്ലുമ്പോഴാണ് ഒരു അന്തർവാഹിനി കപ്പലിൻ്റെ ഒരു മോഡൽ ഇവിടെ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് അന്തർവാഹിനി കപ്പലിൻ്റെ ഉൾവശം. അപ്പോൾ ഈ കാണുന്നതൊക്കെ കടലിൽ കാണപ്പെടുന്ന ഒരുപാട് ജീവികളും ഫിഷുകളും പയ്യപ്പുറ്റുകളും ഒക്കെയാണ് ഈ കാണുന്നത്. ഈ ഗ്ലാസ് ജാറുകളിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ നല്ല മനോഹരമായിട്ടാണ്. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫിലിപ്പീൻസിൽ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാഷണൽ മ്യൂസിയത്തിൽ വന്ന് ഇതൊക്കെ കാണണം. ഒരുപാട് വെറൈറ്റി ക്രബ് കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ടൈം ഉണ്ടെങ്കിൽ ഈ 4 ഫ്ലോറും വന്ന് കാണാൻ ശ്രമിക്കണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടെ ചെറുതും വലുതുമായ വിവിധ ഇനങ്ങളിൽ നിന്നുള്ള ഷാർക്കുകളുടെ സ്റ്റാച്ചു ഇവിടെ അവൈലബിൾ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ ഷാർക്ക് പോലെ തന്നെയുണ്ട് നേരിൽ കാണുമ്പോൾ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഷാർക്കിൻ്റെ സ്റ്റാച്ചു. അതുപോലെ കടൽ കാണപ്പെടുന്ന ഒരുപാട് ഫിഷുകളുടെ സ്റ്റാച്ചു ഇവിടെയുണ്ട്. ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്തത്. അതുപോലെ ഫിലിപ്പീൻസിൽ കാണുന്ന ഒരു ആമയാണത്. ഇതൊക്കെ വിവിധ ഇനം ക്രബുകൾ കാറ്റഗറിപ്പെട്ടാണ്. ഇത് സ്റ്റാർ ഫിഷുകളാണ് വിവിധ തരം. അതുപോലെ തന്നെ ഫിലിപ്പീൻസിലെ കടലിൽ കാണപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഫിഷുകളാണ് ഇതൊക്കെ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ പോകുന്നത് റിസിൽ പാർക്കിലോട്ടാണ്. അപ്പോൾ റിസിൽ പാർക്കിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.